UDF-ലേക്ക് ചരടുവലി തുടർന്ന് PV അൻവർ MLA പ്രധാന UDF നേതാക്കളെ കാണും. ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അൻവർ പാണക്കാട്ടെത്തും. PV അൻവറിന് വേണ്ടി UDF-ൽ ലീഗ് സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് ഈ സന്ദർശനം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നമുക്കറിയാം PV അൻവർ UDF-ലേക്ക് എത്തുന്നതിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇതിന്മേലുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാൽ കോൺഗ്രസിലെ നേതാക്കൾ ഇത് സ്ഥിരീകരിക്കുന്നുമില്ല. PV അൻവറുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല, ആരെയും ഈ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ പറഞ്ഞത്. പക്ഷേ മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് PV അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ളൊരു നീക്കം നടത്തുന്നു. അതിൻ്റെ ഭാഗമായി PV അൻവർ തൊട്ടടുത്ത ദിവസം തന്നെ ലീഗ് ആസ്ഥാനത്തെത്തും, പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും തുടങ്ങിയ വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ. ശിവദാസ് കന്മനം. തീർച്ചയായും അത്തരത്തിൽ തന്നെ PV അൻവർ UDF-ലേക്ക് പോകുമോ ഇല്ലയോ എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് PV അൻവറുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ ചില നേതാക്കൾ ആ രീതിയിൽ അനൗദ്യോഗികമായ ചില സൂചനകൾ എല്ലാം തന്നെ നടന്നിരുന്നു. ഔദ്യോഗികമായുള്ള കൂടിക്കാഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും അത്തരത്തിൽ അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. PV അൻവറുമായി അനൗദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടി തന്നെ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അൻവറിന്റെ നിലവിലുള്ള നിലപാടുകളെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് PV അൻവർ UDF-ലേക്ക് പോകും എന്ന തരത്തിലുള്ള ചില വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇന്നും PV അൻവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് PV അൻവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 1 മണിയോടുകൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹം പോയി കാണും. ഇതുമായി ബന്ധപ്പെട്ട് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അറിയിക്കും. അതോടൊപ്പം തന്നെ UDF ആണ് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരേണ്ടത് എന്ന് അല്പസമയം മുൻപും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ UDF-നുമായി ചേർന്ന് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, VD സതീശനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതായത് VD സതീശൻ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം തന്നെ അവഗണിക്കുന്നു. PV അൻവർ UDF-ലേക്ക് വരേണ്ട എന്ന നിലപാടാണ് VD സതീശൻ കൈക്കൊണ്ടത് എന്ന ചോദ്യമെല്ലാം തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ കാര്യം, VD സതീശനുമായി ഇന്നലെയും താൻ ഫോണിൽ സംസാരിച്ചിരുന്നു. പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും VD സതീശനുമായി സംസാരിക്കാറുണ്ട്. അതുമായി യോജിച്ചു തന്നെ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനം. അത്തരത്തിലുള്ള എതിർപ്പുകളൊന്നും തന്നെ മറ്റൊരു UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഇല്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരനുമായി ഈ ആഴ്ചയിൽ തന്നെ കൂടിക്കാഴ്ച നടത്തും എന്ന് PV അൻവർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ UDF-ലെയും കോൺഗ്രസിലെയും മറ്റ് പ്രധാന നേതാക്കളെയെല്ലാം തന്നെ കാണാനുള്ള ഒരുക്കത്തിലാണ് PV അൻവർ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ UDF-ലെ നേതാക്കളുമായും UDF-ലെ മറ്റ് ഘടകകക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് അൻവർ പറയുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം പോലുള്ള നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ UDF-മായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കമാണ് PV അൻവർ നടത്തുന്നത്. LDF സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്തും PV അൻവർ ഇക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ആരുമായി യോജിച്ച് പോകും എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടന്ന അനൗദ്യോഗിക ചർച്ചകൾ ഇനി ഔദ്യോഗികമായി തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദ്, PV അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതോടുകൂടി UDF ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ താല്പര്യം സംരക്ഷിക്കുമെന്നുള്ളതാണല്ലോ ശിവദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് കൂടി പിന്തുണയ്ക്കുന്ന തരത്തിൽ അടുത്ത തവണ PV അൻവറിന് ഒരു സീറ്റ് നൽകി അദ്ദേഹത്തെ വീണ്ടും നിയമസഭയിൽ എത്തിക്കാനുള്ളൊരു നീക്കം, അത്തരം കാര്യങ്ങളും ഇപ്പോഴല്ലെങ്കിൽ കൂടി 1 വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് എങ്കിൽ കൂടി PV അൻവർ ലക്ഷ്യം വെക്കുന്നത് അതായിരിക്കുമല്ലോ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുക. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ PV അൻവർ കണക്ക് കൂട്ടുന്നത്. ശിവദാസ്, തീർച്ചയായും അത്തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് കോൺഗ്രസിന് വഴങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. വരും തെരഞ്ഞെടുപ്പിൽ PV അൻവറിന് നിലമ്പൂരിൽ സീറ്റ് നൽകാനുള്ള ഒരു ധാരണയെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒറ്റയ്ക്ക് ഈ
നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാൽ ഒരുപക്ഷെ അത് തിരിച്ചടി ഉണ്ടാകും എന്നൊരു ആശങ്ക അൻവറിനുണ്ട്. കാരണം DMK എന്നൊരു പാർട്ടി രൂപീകരിച്ചെങ്കിലും ഈ ഒരു പാർട്ടിയുടെ ബലത്തിൽ മാത്രം ഈ ഒരു നിലമ്പൂരിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ അത് കാര്യമായ വിജയത്തിലേക്ക് എത്തില്ല എന്നൊരു ആശങ്ക ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുന്നണിയുടെ ഭാഗമാവുക എന്നത് PV അൻവറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. LDF-ൽ നിന്നും ഇപ്പോൾ പുറത്താക്കപ്പെട്ടത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനിയുള്ളത് ആശ്രയം എന്ന് പറയുന്നത് UDF തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ UDF-മായി അദ്ദേഹം UDF-ന്റെ പ്രധാനപ്പെട്ട വ്യക്തമാണ്. PV അൻവർ മുസ്ലിം ലീഗ് വഴി UDF-ലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം പാണക്കാട് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ആലോചനകളുമായി മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം.